അധ്യയന വർഷം ആരംഭിച്ച് ഒരു മാസം പിന്നിടുമ്പോൾ ഇടുക്കിയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്നത് 41 അധ്യാപക തസ്തികകളാണ്. സർക്കാർ വിദ്യാലയങ്ങളിലെ LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളായാണ് അധ്യാപക തസ്തികകൾ ഒഴിവിടുന്നത്. ഇതോടെ പല സ്കൂളുകളും താൽക്കാലിക അധ്യാപകരെ നിയമിച്ചാണ് അധ്യയനം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ അധ്യാപകർക്ക് സെൻസസ് ഡ്യൂട്ടി അടക്കം വന്നതോടെ നിലവിൽ പല വിദ്യാലയങ്ങളിലും അധ്യയനവും പ്രതിസന്ധിയിലായി കഴിഞ്ഞു. അധ്യാപക ക്ഷാമത്താൽ വലയുന്ന വിദ്യാലയങ്ങളിൽ നിലവിലുള്ള അധ്യാപകർക്ക് മറ്റൊരു തലവേദനയായി സെൻസസ് ഡ്യൂട്ടി മാറുകയാണ്. ഇതോടെ പല വിദ്യാലയങ്ങളിലും ക്ലാസുകളിൽ പഠിപ്പിക്കാൻ ആളില്ലാത്ത അവസ്ഥയായി. എയ്ഡഡ് വിദ്യാലയങ്ങളാകട്ടെ ക്ലാസുകൾക്ക് അവധി നൽകിയാണ് പ്രശ്നത്തിൽ നിന്ന് തലയൂരിയത്. നേരത്തെ തന്നെ ഒരു വിഭാഗം അധ്യാപകർക്ക് BLOമാരുടെ ഡ്യൂട്ടിയുമുണ്ട്. ഇതിന് പിന്നാലെയാണ് സെൻസസ് ഡ്യൂട്ടിയും എത്തിയത്. ഓണപ്പരീക്ഷ അടുത്തുവരവെ അധ്യാപകരുടെ അഭാവം പഠനത്തെ ബാധിക്കുമെന്ന പരാതികളും വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതേസമയം ഒഴിവുള്ള അധ്യാപക തസ്തികകളിൽ നിയമനത്തിലുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ പറയുന്നത്. ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ ക്രമപ്രകാരം നിശ്ചിത ശതമാനം ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യും. PSC നിയമന ശുപാർശ ലഭ്യമാകുന്ന മുറയ്ക്ക് ഒഴിവുകളിൽ നിയമനം നടത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുന്നുണ്ടെന്നും അവർ പറഞ്ഞു. 2026-27 വർഷത്തെ തസ്തിക തന്നെ നടപടികൾ പൂർത്തിയാക്കി തസ്തിക നഷ്ടപ്പെട്ട അധ്യാപകരെ ക്രമീകരിച്ച ശേഷം ചട്ടപ്രകാരമുള്ള ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്ത് ഒഴിവുകൾ നികത്തുമെന്നും വകുപ്പ് കൂട്ടിച്ചേർക്കുന്നു. ജില്ലയിൽ LP വിഭാഗത്തിൽ 15-ഉം UP വിഭാഗത്തിൽ 7-ഉം ഹൈസ്കൂൾ വിഭാഗത്തിൽ 19 ഒഴിവുകളുമാണുള്ളത്. ഇടുക്കി വിഷൻ, കുമളി.